ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നും തുടങ്ങുമ്പോൾ ഇത് തന്നെയല്ലേ പറയുന്നത്, പറഞ്ഞ പോലെ സംഭവിച്ചു പറഞ്ഞ പോലെ അല്ലേ സംഭവിക്കുന്നത്. അതിനെതിരെ വല്ലതും പോകാറുണ്ടോ? ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് പറയുന്നതൊക്കെ ഏകദേശം നമ്മൾ 100% പെർഫെക്റ്റ് ഒന്നുമല്ല എങ്കിലും ഏകദേശം അടുത്തടുപ്പിച്ചൊക്കെ പോകുന്നുണ്ട്. ഇത് നമ്മൾ ഈ കാര്യങ്ങൾ കൂട്ടായിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. നമ്മൾ വീക്കിലി അനാലിസിസ് കാണാത്തവർ അവർക്ക് വലിയ നഷ്ടമായിരിക്കും. അപ്പം നിങ്ങൾ വീക്കിലി അനാലിസിസ് കാണാത്തവർ ഒത്തിരി ധാരാളം പേര് കണ്ടിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിൻ്റെ ഒരു 60% ആൾക്കാർ മാത്രമേ ഈ പ്രാവശ്യം വീക്കിലി അനാലിസിസ് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഞാനിവിടെ പിൻ ചെയ്തേക്കാം മുകളിൽ. ഓക്കെ, അത് കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ വീക്കിലി അനാലിസിസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വീക്കിലി അനാലിസിസ് കാണുക. കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ വീക്കിലി അനാലിസിസിൽ ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ വീക്കിലി അനാലിസിസ് പറഞ്ഞത് ചുരുക്കത്തിൽ ഞാൻ പറയാം. എന്താ പറഞ്ഞത്? മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയാലും തിരിച്ച് കയറാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ മിഡ് ക്യാപ്പിനകത്ത് നമുക്കൊരു ഫോള് കാണാനുള്ള സാധ്യതയും ഉണ്ട്. ഇതാണ് നമ്മൾ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞ 2 പോയിൻ്റ് അല്ലേ. ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ആരും ദയവ് ചെയ്ത് AMO എന്ന് ഇടാൻ നിൽക്കരുത്. ഓക്കെ, മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത. കാരണം എന്താണ്? സർക്കാരിന് അവരുടെ ശക്തി തെളിയിക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. മാർക്കറ്റ് പൊട്ടുന്നില്ല എന്ന് കാണിക്കേണ്ട അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം DASനെ വെച്ച് ബൈ ചെയ്യിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചു. ഇതാ നോക്കിക്കേ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. മാർക്കറ്റ് ഇതാ നോക്കിക്കേ, മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത് അല്ലേ. താഴോട്ട് വന്നെങ്കിലും ബൈ വെരി ഫോഴ്സിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 70 പോയിൻ്റാണ്. ഇവിടുന്ന് 210 മുതൽ 60, ഈ ഒരു ക്യാൻഡിൽ നീളം 50 പോയിൻ്റാണ്. 50 പോയിൻറ്റിൻ്റെ ഒരു ക്യാൻഡിൽ തന്നെ റിവേഴ്സൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കുരിശ് പോലെ. അവസാനം മൊത്തം കുരിശായിരുന്നു, വേറെ സത്യം. എങ്കിലും ഇതാ നോക്കിയാൽ മനസ്സിലാവും, ഇതാ ഫുള്ളി റിവേഴ്സായി അല്ലേ. അവിടുന്ന് പച്ച കത്തിച്ച് മുകളിൽ ഇവിടുന്ന് ഏകദേശം 210 മുതൽ ഏകദേശം 330 വരെ, അതായത് 210 മുതൽ ഒരു 100-120 പോയിൻറ്റിൻ്റെ റാലി, 120 പോയിൻറ്റിൻ്റെ റിക്കവറി മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആദ്യത്തെ 20-25 മിനിറ്റ് കൊണ്ട് നടന്നു ഇല്ലേ. ഇതേ കാര്യം തന്നെയാണ് ഞാൻ ഇന്നലെ വീക്കിലി അനാലിസിലും രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ വോയിസ് നോട്ടിലും ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞത്. സത്യമാണോ കള്ളമാണോ നിങ്ങൾ തന്നെ എൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം അപ്പോൾ നമ്മുടെ പാർട്ട് കഴിഞ്ഞു ഇല്ലേ. ഞാൻ ഇത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ, ഈ ഒരൊറ്റ സംഭവം മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ തിരിച്ച് റിക്കവറി വരും. ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ അത് എൻ്റെ പാർട്ട് കഴിഞ്ഞു. ആദ്യത്തെ ഏകദേശം അരമണിക്കൂർ കൊണ്ട് എൻ്റെ പാർട്ട് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പാർട്ട് കഴിഞ്ഞു. കറക്റ്റായിട്ട് ഈ 25,338 അടുത്ത് വന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് പതുക്കെ ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ അരിഞ്ഞ് പതുക്കെ താഴോട്ട് വന്നു, പിന്നെ മുകളിലോട്ട് പോയി, പിന്നെ താഴോട്ട് വന്നു. അവസാന നിമിഷം ഒരു നല്ല ഫോള് കിട്ടി, 25 അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനിടയിൽ ഇനി അതിനിടയിൽ ഞാൻ പറയുന്നതല്ലാതെ പിന്നെ വേറെ ആരെങ്കിലും പറയത്തില്ലല്ലോ. അപ്പോൾ ഒരാൾ കമൻറ്റ്, നിങ്ങളെന്തിനാ എപ്പോഴും ഞാൻ പറഞ്ഞു തുടങ്ങി. ഞാൻ പറയുന്ന കാര്യം ഞാനല്ല, പിന്നെ വേറെ ആരെങ്കിലും പറയുമോ? ഇപ്പോൾ ഓർത്തോണി ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു അറിയാതെ വായി വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞത് എന്താണ്? മാർക്കറ്റ് 25,338 25,251 ഈ പോയിന്റിലിടയ്ക്ക് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനാണ് സാധ്യത. വെളിയിലോട്ട് പോകത്തില്ല. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൈഡ് ഡെസിസീവായിട്ട് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു ഫോൾ നമുക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇതിനകത്ത് കൺസോളിഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഇല്ലേ. അങ്ങനെ തന്നെ സംഭവിച്ചു. മാർക്കറ്റ് എന്ത് ചെയ്തു? വൈകുന്നേരം വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം 2:30 വരെ ഇല്ലേ, 2:30 വരെ മാർക്കറ്റ് ഈ റേഞ്ചിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോളിഡേറ്റ്. അതിനുശേഷം നല്ലൊരു ഫോൾ കിട്ടി. ഈ ഫോളിനുള്ള കാരണം ഞാൻ തപ്പിയപ്പം എനിക്ക് മനസ്സിലായത്, ഇത് നമ്മുടെ മാർക്കറ്റിനെ നിഫ്റ്റിയെ താഴെ കൊണ്ടുപോയത് റിലയൻസ് ആണ്. അവസാന നിമിഷം റിലയൻസ് പൊട്ടി. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി തപ്പിയെടുക്കണം, അത് സമയമില്ല എനിക്ക്. വൈകുന്നേരം തപ്പണം. നോക്കിക്കണ്ടോ, ഇതേ നിഫ്റ്റി വീണ അതേ മൊമെൻറ്റിൽ തന്നെയാണ്
റിലയൻസും വീണത്. അപ്പോൾ ഈ റിലയൻസ് ആണ് നിഫ്റ്റിയെ ഇത്രയധികം താഴോട്ട് ഡ്രാഗ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നിഫ്റ്റി വീണമെന്നുള്ള കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ നിലവിൽ ന്യൂസ് ബേസ്ഡ് മൊമെൻറ്റമാണ്. നിങ്ങൾ ആ കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ഓക്കെ, മാർക്കറ്റിൽ ന്യൂസ് ബേസ്ഡ് മൊമെൻറ്റമാണ്. അപ്പം ഈ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇന്നത്തെ മാർക്കറ്റിനകത്ത് ഓപ്പർച്യൂണിറ്റി വരച്ച് കാണിക്കാൻ എനിക്കില്ല. കാരണം എന്താണ്? വെരി ഫാസ്റ്റ് മൊമെൻ്റ് ആണ്. ഈ റിവേഴ്സൽ കണ്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടി കാണും. ഇത് ഒരു സൂപ്പർ ഡ്യൂപ്പർ റിവേഴ്സലാണ് ഇല്ലേ? ഇവിടെ ഇങ്ങനെ റിവേഴ്സൽ ചെയ്യുമ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഈ എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കൊരു ട്രേഡ് പരിഗണിക്കാം. അങ്ങനെ ട്രേഡ് പരിഗണിച്ചവർക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റിജക്ഷൻ ക്യാൻഡിൽ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. എനിക്കറിയത്തില്ല എത്ര പേർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഒരൊറ്റ ട്രേഡിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഓപ്പർച്യൂണിറ്റീസ് പിന്നെ അതിന് ശേഷം വാലുകളുടെ കളിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, പിന്നെ ഇവിടെ റിജക്ഷൻ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല പറ്റുമോ എന്നുള്ള കാര്യം. അല്ല, ഈ റിജക്ഷൻ ക്യാൻഡിൽ എടുത്തവർക്ക് ഒരു പക്ഷേ പ്രോഫിറ്റ് കിട്ടിക്കാണും. എടുത്തവർക്കൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് എടുക്കാം. ബിഗിനേഴ്സിന് ട്രേഡ് ഇല്ല. ബിഗിനേഴ്സിന് നമുക്കവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാനില്ല. ഇവിടെയൊക്കെ എടുത്തെങ്കിൽ ഓക്കെ, പക്ഷേ അതൊന്നും ഒരു കൺഫേംഡ് ട്രേഡ് അല്ല, ഞാനിന്മേൽ കളിയാണ്. ഓക്കെ, അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് അവിടെ. അപ്പോൾ നമുക്കിനിയും ഉള്ളത് ഒരു എന്താണ്, ന്യൂസ് ബേസ്ഡ് മൊമെൻറ്റമാണ്. ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലെ ഈ ഒരു മൊമെൻറ്റം വന്നത് നമ്മുടെ എന്തിനെ പ്രതിയാണ്? ഈ വിസയുടെ പ്രശ്നം, US-ൻ്റെ H-1B വിസയുടെ പ്രശ്നത്തെ പറ്റിയാണ് പിന്നെ ഇങ്ങനൊരു അൺസർട്ടനിറ്റി നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഇപ്പോൾ രാത്രി പീയൂഷ് ഗോയൽ, നമ്മളുടെ ട്രേഡ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ പിന്നെ അമേരിക്കയ്ക്ക് പോയിട്ടുണ്ട്. ട്രേഡ് ടോക്സിന് വേണ്ടിയാണ് പോയത്. ഏതെങ്കിലും രീതിയിൽ അപ്പോൾ ഈ H-1B വിസയുടെ പ്രശ്നം എന്തുവാണ്? നമ്മുടെ ഇന്ത്യയെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയാണ്. മാക്സിമം അവർ വരയ്ക്കുന്ന വരയിൽ നമ്മളെ നിർത്താനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ വിസയുടെ പ്രശ്നം. അവർക്കറിയാം 70% വിസയും നമ്മളാണ് കൈയാളുന്നത്. H-1B വിസയുടെ 70% ഇന്ത്യക്കാരാണ് കൈയാളുന്നത്. അപ്പം അതിനെ എന്താ പറയുന്നത്, ഒരു പിന്നെ മേശപ്പുറത്ത് വെച്ചിട്ട് ഒരു ബാർഗെയിനിങ് പരിപാടിയാണ് ഇപ്പോൾ ഇവർ നടത്തുന്നത്. പക്ഷേങ്കിൽ എത്രത്തോളം ഇന്ത്യക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ ഇപ്പം അമേരിക്കയുടെ ആവശ്യമാണ് ഇന്ത്യയുമായിട്ടൊരു ട്രേഡ് ഡീല് ഉണ്ടാക്കേണ്ടത്. US-ൻ്റെ ആവശ്യമാണ്. കാരണം ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ. ചൈന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ, കാരണം അത്രയ്ക്ക് ജനസംഖ്യയുണ്ട്. അപ്പം സാധനങ്ങൾ വിറ്റഴിക്കാനും മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ട് അങ്ങനെ ഒരു കരാറ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ഇവർക്ക് വളരെ എളുപ്പമാണ്. മനസ്സിലായി? ബാക്കിയുള്ള രാജ്യങ്ങളായിട്ടൊക്കെ പിന്നെ പെട്ടെന്ന് ട്രേഡ് കരാർ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ചൈനയായിട്ട് അത്ര വലിയ സുഖത്തിലല്ലല്ലോ അമേരിക്ക. ഡീലൊക്കെ ഉണ്ടാക്കണമെങ്കിലും ഇത്രത്തോളം ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഇന്ത്യയോടായിട്ട് ഉള്ള അത്രത്തോളം ഫ്ലെക്സിബിലിറ്റി അവർക്ക് ചൈനയോട്ടില്ല. അപ്പോൾ ഇന്ത്യ എങ്ങനെയെങ്കിലും വരുതി കൊണ്ടുവന്നൊരു ട്രേഡ് ഡീൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇതേ വെച്ച് മറ്റുള്ള രാജ്യങ്ങളോടൊക്കെ ബാർഗെയിൻ ചെയ്ത് അവരെ വരുതി കൊണ്ടുവരാൻ US-ന് പറ്റും. അതാണ് അവർ പ്രധാനമായിട്ടും ഇത് ശ്രമിക്കുന്നത്. അപ്പം ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് ട്രംപിൻ്റെ വായിൽ നിന്ന് ഞങ്ങൾ ഏകദേശം ഒരു ധാരണയിലെത്തി, അല്ലെങ്കിൽ ഏകദേശം നടക്കും എന്നെങ്ങാനും ട്രംപിൻ്റെ വായിൽ നിന്ന് ഒരു ഡയലോഗ് വന്നാൽ മാർക്കറ്റ് പറക്കും. ഒരു സംശയമില്ല. കാരണം മാർക്കറ്റിന് ഇനിയും ന്യൂസുകൾ വന്നിട്ട്, ഗുഡ് ന്യൂസുകൾ വന്നിട്ട് പതുക്കെ പുഷ് ചെയ്ത് കയറ്റേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? മാർക്കറ്റിൽ പുഷ് ചെയ്ത് കയറേണ്ട ആവശ്യമില്ല. ഓൾറെഡി മാർക്കറ്റ് ഈ സംഭവം ഓൾറെഡി അബ്സോർബ്ഡ് ആണ്. ഇല്ല, ഇങ്ങനൊരു സാധനമുണ്ട്. ഈ രണ്ട് കാര്യം നടക്കാനുള്ളൂ. ഈ സാധനം സക്സസ് ആയാൽ പോസിറ്റീവ് മോഡിലോട്ടാണ് ഈ ട്രേഡ് ടോക്ക് പോകുന്നതെങ്കിൽ മാർക്കറ്റ് പറക്കും. 26,000 ഒന്നും കാണാൻ വലിയ താമസമൊന്നും വേണ്ട. മനസ്സിലായില്ലേ? അല്ല, നെഗറ്റീവാണ്, അൺസർട്ടനിറ്റി ആണ്, ഉടക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ 25,000 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകണം. അപ്പോൾ പക്ഷേ താഴോട്ട് ലിമിറ്റഡ് ആണ്. കാരണം ഇത്രത്തോളമൊക്കെ മാർക്കറ്റ് ഓൾറെഡി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. മാർക്കറ്റ് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തു കാര്യങ്ങൾ. ഇനിയും ഇതിൻ്റെ പുറത്ത് വീണ്ടും H-1B വിസയുടെ കാര്യം അല്ല വേറെ എന്തെങ്കിലും ഉടക്കവശം വരുവാണെങ്കിലും മാർക്കറ്റ് വീഴാൻ ഒരു പരിധിയുണ്ട്, ലിമിറ്റഡാണ് ഇല്ലേ? അല്ലെ പിന്നെ അതുപോലെ സിവിയറായിട്ട് വേറെ എന്തെങ്കിലും സംഭവങ്ങൾ വരണം. അല്ലെങ്കിൽ പിന്നെ ഈ 50% താരിഫ് 100%. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ 23,000 എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു സമവായത്തിൽ എത്തിക്കാനാണ് ഇവർ രണ്ടുപേരോട് ശ്രമിക്കുന്നത്. അതിനകത്തിൽ എന്തെങ്കിലും ഒരു സമവായം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് പറക്കും. പ്ലസ് അതിനെ പുഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ GSTയുടെ പോസിറ്റീവ് കാര്യങ്ങളുമുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേരുമ്പം മാർക്കറ്റ് പറഞ്ഞില്ലേ, മാർക്കറ്റ് ഇതിൽ വെയിറ്റ് ചെയ്യുവാണ്.
മാർക്കറ്റ് വെയിറ്റ് ചെയ്യുകയാണ്, ഒരു ന്യൂസിന് വേണ്ടി മാർക്കറ്റ് വെയിറ്റ് ചെയ്യുകയാണ്. അതൊരു ഗുഡ് ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പറക്കും. അല്ല ഒരു ബാഡ് ന്യൂസോ അല്ലെങ്കിൽ ഒരു ഒരു ന്യൂട്രൽ സ്റ്റേജിലുള്ള ന്യൂസോ അതിൽ അൺസർട്ടനിറ്റിയോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പതുക്കെ താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇപ്പം നിലവിൽ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. എൻ്റെ എളിയ ബുദ്ധിയിലും എൻ്റെ പിന്നെ പരിമിതമായ അറിവിനകത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്. ഓക്കെ, അപ്പം അത്രയും ഭാഗം പറയുന്നു. അത് നിഫ്റ്റിയുടെ കാര്യം നമ്മൾ അവസാനിപ്പിക്കുന്നു. വേറെ ലെവലൊന്നും പറയേണ്ട കാര്യമില്ല, ലെവലെല്ലാം ഓൾറെഡി ഉണ്ട്. അപ്പം 25,000 ഇനി ക്രൂഷ്യൽ. ഓക്കെ, 25,000 ക്രൂഷ്യൽ. 25,038 അതിന് താഴെ നമ്മുടെ ട്രെൻഡ് ലൈൻ ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ എത്ര പ്രാവശ്യം ട്രെൻഡ് ലൈൻ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കാര്യം. അപ്പോൾ ഇനിയും വേണമെങ്കിൽ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനിലോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ ട്രെൻഡ് ലൈനിൽ ഇറങ്ങി വന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയിട്ട് മാത്രം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈനിൽ എത്തുന്നോ ഇല്ലയോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ എത്തിയാൽ അതിനുശേഷം അവിടുത്തെ പ്രൈസ് ആക്ഷൻ പ്രകാരം നമുക്ക് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാര്യങ്ങളെ തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നിഫ്റ്റിയുടെ കാര്യം ഇതാണ്. പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം. ബാങ്ക് നിഫ്റ്റി ഇന്ന് നെഗറ്റീവ് ഒന്നും അല്ലായിരുന്നു, നല്ല രീതിയിൽ ബാങ്ക് നിഫ്റ്റി പോസിറ്റീവ് മോഡിൽ തന്നെ ആയിരുന്നു. ഓക്കെ, ബാങ്ക് നിഫ്റ്റി കണ്ടു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നല്ല സ്ട്രെങ്തിലായിരുന്നു. ഒരു പിന്നെ നെഗറ്റീവ് അവസാന നിമിഷം ആ റിലയൻസ് വീണപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ കൂടെ പോയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു നിഫ്റ്റിയുടെ അത്രത്തോളം നെഗറ്റീവ്നെസ് ബാങ്ക് നിഫ്റ്റിക്കില്ലായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ മുകളിലോട്ട് പോയി അവസാനം അതിനുശേഷം അവിടെ തന്നെ ആ ലൈനിൽ തന്നെ കൺസോളിഡേറ്റ് ചെയ്യുമായിരുന്നു. അവസാനത്തെ അരമണിക്കൂറുള്ള ആ പ്രോഫിറ്റ് ബുക്കിങ്ങിനകത്തിലാണ് പിന്നെ ബാങ്ക് നിഫ്റ്റിയും പെട്ടുപോയത്. ഓക്കെ, പക്ഷേങ്കിൽ അത് ഒരു 175 പോയിൻറ്റ് ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഒരു 150 പോയിൻറ്റ് 0 to 150 പോയിൻറ്റ് ഇങ്ങനെ ആടി കളിക്കുകയായിരുന്നു. അതിന് ശേഷമാണ് ലാസ്റ്റ് ഒരു 150 പോയിൻറ്റ് വീണത്. 150 പോയിൻറ്റ് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ചിടത്തോളം ഒരു വെറും പൂ ബിസ്ക്കറ്റ് പോലെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ ഇപ്പോൾ കറക്റ്റ് സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. ഇത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മൊമെൻറ്റ് നമുക്ക് കിട്ടും. അടുത്ത മിഡ് ക്യാപ്പിൻ്റെ കാര്യം ഞാൻ വളരെ വെരി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മിഡ് ക്യാപ്പിനെ ആയിരിക്കും എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, മിഡ് ക്യാപ്പിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നോക്കുക. പെർസിസ്റ്റൻറ്റ് സിസ്റ്റം 235 പോയിൻറ്റ് വീണു, 4% വീണു ഇല്ലേ. കോഫോർജ് 78 പോയിൻറ്റ് വീണു, ഏകദേശം അതും 4.5% വീണു. ഇത് രണ്ടും കൂടെ ഏകദേശം 9%, പെർസിസ്റ്റൻറ്റ് സിസ്റ്റവും ഇതും കൂടെ രണ്ടും കൂടെ ഏകദേശം 8.5% 9% രണ്ടും കൂടെ വീണു. ഇവർ രണ്ടുപേരുടെ നെഗറ്റീവ്സുമാണ് ഈ മിഡ് ക്യാപ്പിലൂടെ കണ്ടത്. ഞാൻ കണ്ടോ BSE ന്യൂട്രൽ ടു നെഗറ്റീവാണ് കേട്ടോ. മാക്സ് ഹെൽത്ത് അത്ര വലിയ പോസിറ്റീവ് അല്ല, മനസ്സിലായി. അപ്പം ഇത് രണ്ടുകൂടെ കോമ്പൻസേറ്റ് ആയി നല്ലതല്ല. നെഗറ്റീവ്സ് ഇത് രണ്ടുകൂടെ തമ്മിൽ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ BSE മാക്സ് ഹെൽത്തൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ BSE നെഗറ്റീവ്സാണ് ഇവിടെ കൂടുതൽ. കാരണം എന്താണ്, BSE ആണ് കൂടുതൽ വീണേക്കുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തുള്ള സ്റ്റോക്ക് മാക്സ് ഹെൽത്ത് ആണെങ്കിൽ അതിന് തൊട്ട് താഴെ തന്നെ നിൽക്കുന്ന സാധനമാണ് BSE ഇല്ലേ. BSE 26 പോയിൻറ്റ് വീണപ്പം മാക്സ് ഹെൽത്ത് വെറും 12 പോയിൻറ്റ് കയറിയിട്ടുള്ളൂ ഇല്ലേ. അപ്പോൾ ഇവിടെ നെഗറ്റീവ്സാണ്. പ്ലസ് ഈ പെർസിസ്റ്റൻറ്റ് സിസ്റ്റവും ഈ കോഫോർജ് ഇവർ രണ്ടുകൂടെ ചേർന്ന് നോക്കിക്കുക. എല്ലാം റെഡാണ്. ഒരു പെർഫോമൻസ് ഇവിടെ എങ്ങുമില്ല ഇല്ലേ. ഇത് ഞാൻ വളരെ വെരി ക്ലിയർ ആയിട്ട് ഇന്നലത്തെ എൻ്റെ വീക്കിലി അനുസരിച്ച് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മിഡ് ക്യാപ്പിനെയാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 275 പോയിൻറ്റോളം വീണു. 200 പോയിൻറ്റ് അടുത്ത് മിഡ് ക്യാപ്പ് വീണ്. ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഈ റിക്കവറി ഉണ്ടായത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ ഇവിടെ കറക്റ്റ് നമ്മുടെ ലൈനിൽ സപ്പോർട്ട് നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് എങ്ങോട്ട് ഈ 13.014 ബ്രേക്ക് ചെയ്യുന്നുണ്ട് നോക്കുക. ബ്രേക്ക് ചെയ്ത് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ താഴോട്ട് വീഴും. അല്ല 14143 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോകും. കറക്റ്റായിട്ട് നിങ്ങൾ നാളെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. ഇതിനകത്ത് ഇപ്പോഴും നോക്കേണ്ട കാര്യം BSEയും മാക്സ് ഹെൽത്തും പെർസിസ്റ്റൻറ്റ് സിസ്റ്റവും പിന്നെ കോഫോർജ് ഇത് രണ്ടുമാണ് നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണോ ആ വഴിക്കായിരിക്കും മിഡ് ക്യാപ്പ് പോകുന്നത്. ഇതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ ഇന്നലെ ഞങ്ങളുടെ മറ്റേ FISൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്ന വീഡിയോ ചെയ്തിരുന്നു. ധാരാളം പേര് കണ്ടു. കാണാത്തവരത് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ അവസാനം ഞാനത് പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, നാളെ ഞാൻ വീഡിയോ ലേറ്റായിട്ടായിരിക്കും വരുന്നത്. എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് അടുത്ത 3 ദിവസം വീഡിയോ ലേറ്റായിട്ടായിരിക്കും വരുന്നത്. രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും വീഡിയോ സെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ നാളെ എല്ലാവരും സൂക്ഷിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുക. പ്രോഫിറ്റ് എടുത്തവരൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് മാർക്കറ്റ് ആ വഴിക്ക് തന്നെയാണ് പോയത്. നിങ്ങൾ എത്ര പേര് സക്സസ് ആയി എന്ന് എനിക്കറിയത്തില്ല. സ്ക്രീൻഷോട്ടിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.